السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സൂറത്ത് അംബിയ 44. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل متعنا هؤلاء وآباءهم حتى طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفهم الغالبون قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون بل متعنا هؤلاء وآباءهم حتى طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفهم الغالبون قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون കഴിഞ്ഞ ആഴ്ച നമ്മുടെ അടുത്ത ക്ലാസ്സിൽ അല്ലാഹു തആല മുശ്രിക്കീങ്ങളായ ആളുകളോട് ചോദിച്ചത് അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിനാ, നമ്മെ കൂടാതെ നിങ്ങളെ സംരക്ഷിക്കാവുന്ന വല്ല ഇലാഹുകളും നിങ്ങൾക്കുണ്ടോ? ലാ യസ്തതിഊന അൻഫുസിഹിം വലാ ഹും മിന്നാ യുസ്ഹബൂൻ, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവർക്ക് അവരെ തന്നെയും സഹായിക്കാൻ സാധിക്കുകയില്ല. റബ്ബിന്റെ അദാബ് വരുമ്പോൾ തടയാനും അവർക്കൊട്ട് കഴിയുകയുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ, പടച്ചറബല്ലാത്തവരെ ആശ്രയിക്കുന്ന അവലംബിക്കുന്ന ആളുകൾ, ആ ആശ്രയിക്കപ്പെടുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവർക്ക് സഹായം നൽകുവാനോ സ്വന്തത്തെപ്പോഴും സഹായിക്കുവാനോ അവർക്ക് കഴിയുകയില്ല. എന്നിട്ടും അവരെ ഇലാഹുകളായി സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നതാണ് സൂചിപ്പിച്ചത്. ബൽ മത്തഅനാ ഹഉലാഇ വആബാഅഹും ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ. ബൽ പക്ഷേ മത്തഅനാ നാം സുഖം നൽകി. മത്തഅ എന്ന് പറഞ്ഞാൽ സുഖം നൽകി, ആസ്വാദനങ്ങൾ നൽകി എന്നൊക്കെ. മത്താഅ എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ, ചരക്കുകൾ എന്നൊക്കെയാണ് നേരെ വാക്കർത്ഥം. മത്തഅ സുഖിപ്പിച്ചു, ആസ്വദിപ്പിച്ചു എന്നൊക്കെ പറയാം. മത്തഅനാ നാം സുഖം നൽകി ഹഉലാഇ ഇക്കൂട്ടർക്ക്, വആബാഅഹും അവിടെ പിതാക്കന്മാർക്കും. ആബാ പിതാക്കന്മാർ, അബുൻ ജംആണ് ആബാ. ബൽ മത്തഅനാ ഹഉലാഇ വആബാഅഹും, ഇവരെയും ഇവരെ പിതാക്കളെയും
നാം സുഖങ്ങൾ നൽകി ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ, അങ്ങനെ ഹത്താ ത്വാല അലൈഹിം അവർക്ക് നീണ്ടുപോയി അൽ ഉമറു കാലം, ആയുസ് അങ്ങനെ നീളുകയും ചെയ്തു. അപ്പൊ ആ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ എന്നും നല്ല സുഖസൗകര്യങ്ങളായി അങ്ങനെ ജീവിച്ചു പോയി തലമുറകളായിട്ട് ഒരു മുല വാപ്പാലോ വല്യപ്പാലോ ഒക്കെ നല്ല സുഖങ്ങൾ ദുന്യവിയായ ആസ്വാദനങ്ങൾ എങ്ങനെ അവർ കഴിഞ്ഞുകൂടുകയാണ് ചെയ്തത്. അങ്ങനെ പോയത് കൊണ്ടാണ് അവർ അള്ളാഹ്വിനൊക്കെ മറന്ന് ഈ ശിർക്കിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അല്ലാത്ത ആരാധിക്കുകയും അവരെ ഇലാഹായി കാണുകയും അവർക്ക് ഇബാദത്ത് സമർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ആ വഴിക്കൊക്കെ പോയിട്ടും മുഴുക്കുന്ന നല്ല സുഖമാണ്. അപ്പൊ ആ സുഖങ്ങളിൽ അങ്ങനെ മുഴുകി അവര് ജീവിച്ചു. ഞങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? ഒരു കുറവില്ലല്ലോ, പഠിച്ച റബ്ബിനെ മാത്രം ആരാധിക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു സംഭവിച്ചിട്ടില്ല എന്ന നിലക്ക് ആ സുഖാനന്ദങ്ങളിൽ മുഴുകി അവരെങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അതായത് കുറെ കാലം ഇങ്ങനെ ഈ ശിർക്കിൽ ജീവിക്കുമ്പോഴും അവർക്ക് ദുനിയാവിൽ കുറവൊന്നും വരുന്നില്ല. അതുകൊണ്ട് അവർ വിചാരിക്കുന്നു ഞങ്ങൾക്ക് എന്തു വലിയ കാര്യമായ ഒരു നല്ല വഴിയിലാണ് എന്നവർ വിചാരിക്കുന്നത്. ദുനിയാവിൽ എല്ലാ കാര്യം നടക്കുന്നുണ്ട്. അപ്പൊ ഈ ലാത്തയും മുസയെയും മനാത്തയും ഒക്കെ വിളിച്ചിട്ട് ഞങ്ങളെല്ലാ പ്രശ്നവും തീരുന്നുണ്ടല്ലോ, ഞങ്ങളെല്ലാ ആവശ്യം നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെങ്ങനെ അതിൽ തന്നെ കൊണ്ടുപിടിച്ച് പോവുകയാണവർ ചെയ്യുന്നത്. അഫലാ യറൗന അന്നാ നഅതിൽ അല്ലാഹ് നൻഖുസുഹാ മിൻ അത്റാഫിഹാ, എന്നാൽ അഫലാ യറൗന അവർ കാണുന്നില്ലേ, എന്ത് കാണുന്നില്ലേ? അന്നാ നഅതിൽ അല്ലാഹ് നൻഖുസുഹാ, നാം ഭൂമിയെ ചുരുക്കുന്നുവെന്നത് അവർ കാണുന്നില്ലേ? മിൻ അത്റാഫിഹാ, അതിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നാം ഭൂമിയെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നുവെന്നത് അവർ കാണുന്നില്ലേ? എന്നിരിക്കെ ഇനി അവർ വിജയിക്കുമെന്നാണോ, ഇതിനൊക്കെ മറികടന്ന് അവർക്ക് ജയിക്കാൻ കഴിയുമെന്നാണോ അവർ വിചാരിക്കുന്നത് എന്നാണ് അപ്പൊ അവിടെ ചോദിക്കുന്നത്. അഥവാ ചുറ്റുപാടത്തുമുള്ള ആളുകൾ എങ്ങനെ മരിച്ചു പോകുന്നു. ഭൂമിയെ ചുരുക്കം ഉദ്ദേശിച്ചത് ഭൂമിയിലുള്ള ആളുകൾ മരിച്ചു പോവുക. ഓലപ്പോലുള്ള ആളുകളൊക്കെ 19 അങ്ങനെ മരിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. അതവർ കാണുന്നില്ലേ? എന്നിട്ട് അവരിതൊക്കെ മരിക്കാതെ കാലാകാലം ഈ സുഖം അനുഭവിച്ച് ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണോ അവരുടെ ധാരണ? അതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, തൗഹീദിന് ഇവിടെ മേൽക്കോയ്മ നേടുകയും ഷിർക്കിന്റെ ആളുകൾ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഷിർക്കിന്റെ ഏരിയ കുറയുന്നു. അക്കാലത്ത് നബിതങ്ങളുടെ കാലത്ത് അവിടെ ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ നബിന്റെ ഒപ്പം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവരെ ഭാഗത്തുനിന്ന് കുറയുകയുമാണ്. അപ്പൊ അവരെ ഭൂമി കുറയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അധികാരവും അവകാശവും അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളും ആ ഏരിയകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു 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 വന്ന് ഇവിടെ നബിന്റെ കൂടെ ഇങ്ങനെ ആളുകൾ കൂടി വരുന്നു. ഇതവർ കാണുന്നില്ലേ എന്ന ഒരു വിശദീകരണം അതിന് നൽകപ്പെടുന്നുണ്ട്. ഏതെന്നാലും ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നു. എന്നിട്ടും ഇനി അവരിതൊക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടെ നിലനിൽക്കുമെന്നാണോ അവർ വിചാരിക്കുന്നത്? അതുമല്ലെങ്കിൽ മുൻകാല സമുദായങ്ങളൊക്കെ പലരും നശിപ്പിക്കപ്പെട്ടു. ശിർക്ക് ചെയ്ത ആളുകൾ ഒന്നങ്ങനെ നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ നശിപ്പിക്കപ്പെട്ട് ആ ഏരിയൊക്കെ ഇല്ലാതായി പോയ ചരിത്രമെമ്പാടുമുണ്ട്. ഇനി ഇവർക്കിതൊന്നും ഉണ്ടാവില്ല എന്ന വല്ല വിചാരവും അവർക്കുണ്ടോ എന്നൊക്കെയാണ് തഫ്സീറുകൾ അതിന് വ്യാഖ്യാനം നൽകപ്പെടുന്നത്. ആധുനികമായി ചിലരൊക്കെ പറയുന്നു ഭൂമി ഇങ്ങനെ ചുരുങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു അഅലം, നമുക്കറിയില്ല. വന്നു ചെന്നു അല്ലാഹ്, നാം ഭൂമിയെ ചെല്ലുന്നു. എങ്ങനെ? അതെ, ചുരുക്കിക്കൊണ്ട്. ചുരുക്കുക, ചുരുങ്ങുക അല്ലെങ്കിൽ ചുരുക്കുക. നഖസ ചുരുങ്ങി എന്നും പറയാം, ചുരുക്കി എന്നും പറയാം. നാം അതിനെ ചുരുക്കിക്കൊണ്ട് നാം ഭൂമിയെ സമീപിക്കുന്നു, അതിലേക്ക് ചെല്ലുന്നു എന്നവർ കാണുന്നില്ലേ എന്ന് റബ്ബ് ചോദിക്കുന്നു. മിൻ അത്റാഫിഹ, ത്വർഫ് ജംആണ് അത്റാഫ്. ത്വർഫ് എന്ന് പറഞ്ഞാൽ ഭാഗം, തെല്ല്, അറ്റം എന്നൊക്കെയാണ് ത്വർഫ് അർത്ഥം. അറ്റം, മൂലക, ത്വർഫ്. അത്റാഫ് അതിൽ ത്വർഫുകൾ, എല്ലാ ഭാഗങ്ങൾ, എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ അറ്റങ്ങളിൽ നിന്നും ഒക്കെ അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നുവെന്നത് അവർ കാണുന്നില്ലേ? അപ്പൊ ഈ ആളുകള് ഒരു കാലങ്ങളായി അവർക്ക് നല്ല സുഖമാണ്. ഈ ശിർക്ക് ചെയ്തിട്ടും ദുനിയാവിൽ നഷ്ടമൊന്നും വന്നിട്ടില്ല. ദുനിയാവിൽ എല്ലാ കാര്യം നടക്കുന്നുണ്ട്. അപ്പൊ അവര് വിചാരിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് ശരി. അപ്പൊ വാപ്പാരും വല്ലിപ്പാരും ഒക്കെ ഇങ്ങനെ തലമുറകളായി അതങ്ങനെ കഴിഞ്ഞു പോകുന്നു. അപ്പൊ അവർ ഈ ശിർക്കിൽ തന്നെ മുഴുകി ജീവിക്കുകയാണ്
ചെയ്യുന്നത്. എന്നാൽ അവർ കാണുന്നില്ല, ആളുകൾ ആ പല ഭാഗത്തും അങ്ങനെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സുഖം സൗകര്യമൊക്കെ പറയുമ്പോഴും അവരുടെ ഓരോരുത്തരെങ്ങനെ അള്ളാഹ് മരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അവര് കാണുന്നില്ല. ഓരോ പ്രദേശം നശിപ്പിക്കുന്നു, തൗഹീദിന് അവിടെ സ്വാധീനമുണ്ടാകുന്നു, ശിർക്കിന്റെ ആളുകൾ ഇല്ലാതാകുന്നു, അല്ലാത്തവരും ഇല്ലാതാകുന്നു. അങ്ങനെ നാട്ടിൽ നിന്ന് മൊത്തത്തിൽ ആളുകൾ അങ്ങനെ മരിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതവർ കാണുന്നില്ലേ എന്നിരിക്കെ അഫഹുമുൽ ഗാലിബൂൻ, ഗാലിബൂൻ വിജയിക്കുന്നവർ, വലബ അതിജയിക്കാതാണ്. ഒന്നിനെ മറികടന്ന് വിജയം നേടുക, അതിനാണ് വലബ എന്നറിയാം. ഒന്നിനെ മറികടന്നിട്ട് വിജയിക്കുന്നതാണ് വലബ. അഫഹും അഫഹും എന്നിരിക്കെ അവരാണോ അൽ ഗാലിബൂൻ, വിജയിക്കുന്നവരാണോ മറികടക്കുന്നവരാണോ? ഇതിനൊക്കെ മറികടന്ന് വിജയം വരിക്കാൻ അവർക്ക് പറ്റുമെന്നാണോ അവിടെ ധാരണ? അള്ളൊരു പിടുത്തം പിടിച്ചാൽ അതോടി ഒഴുതി കഴിഞ്ഞു. പിന്നെ രാത്രിയില്ല, ഉസ്സില്ല, മനാത്തില്ല, ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. പടച്ച റബ്ബിന്റെ പിടുത്തം എന്നോടി ഇതെല്ലാം അവസാനിക്കും. അതിനൊക്കെ മറികടന്ന് വിജയിക്കാനൊക്കെ അവർക്ക് പറ്റുമെന്നാണോ അവർ വിചാരിക്കുന്നത്? അങ്ങനത്തെ വിചാരമൊന്നും വേണ്ട എന്നർത്ഥം. ഖുൽ നബിയെ താങ്കൾ പറയുക, ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹ്, ഇന്നമാ തീർച്ചയായും ഉൻദിറുക്കും ഞാൻ നിങ്ങൾക്ക് ഇന്ദാർ താക്കീത് ചെയ്യുന്നത് ബിൽ വഹ്യി, വഹ്യു പ്രകാരം മാത്രമാണ് എന്ന് നബിയെ താങ്കൾ പറയുക. ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹ്യി, ഞാൻ ഇങ്ങോട്ട് താക്കീതുകൾ നൽകുന്നത് വഹി അടിസ്ഥാനമാക്കി മാത്രമാണ്. എന്റെ വക ഒന്നും പറയുന്നില്ല. നബിതങ്ങളുടെ വകയായി ആലോചിച്ചുണ്ടാക്കിയ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പടച്ച റബ്ബ് നൽകിയ വഹി എന്താണോ അത് മാത്രമാണ്. അദാബ് വരുന്ന നബി ഒരു താക്കീത് ചെയ്തിട്ടുണ്ട്, അതും എന്റെ വക പറഞ്ഞതല്ല. അവരോട് അള്ളാഹു റസൂൽ താക്കീതായിരുന്നു, അദാബ് വരും, അള്ളാഹിന്റെ കോപമുണ്ടാകും. ഇതൊന്നും നബിയുടെ വക പറഞ്ഞതല്ല, അതൊക്കെ പടച്ച റബ്ബിൽ നൽകുന്ന വഹി മാത്രമാണ് ഇതെല്ലാം നൽകുന്നത്. വലാ യസ്മഉ സുമ്മു ദുആഅ ഇദാ മാ യുൻദറൂൻ, പക്ഷേ വലാ യസ്മഉ കേൾക്കയില്ല, അസ്സുമ്മു സുമ്മ് ബധിരരായ ആളുകൾ, ചെവി കേൾക്കാത്ത ആളുകൾ, സുമ്മ് അവർ കേൾക്കുകയില്ല, ദുആഅ വിളി കേൾക്കുകയില്ല. ബധിരന്മാരായ ആളുകൾ വിളി കേൾക്കുകയില്ല, ഇല്ലാ മാ യുൻദറൂൻ അവർ താക്കി നൽകപ്പെടുമ്പോൾ. അപ്പൊ എന്റെ പറച്ചിലിന് കുഴപ്പമില്ല, ഇത് കേൾക്കാനുള്ള കാലം അവർക്ക് ഇല്ല. ഞാൻ പറയുന്നത് വഹയി പ്രകാരം മാത്രമാണ്, എന്റെ വകൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കെന്താണോ റബ്ബ് സുബ്ഹാനഹു വ തആല വഹയായി നൽകിയത് അത് അറിയിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ കേൾക്കാൻ കഴിയാത്തവൻ ഓൻ വിളി കേൾക്കൂതല്ലോ. ചെവിയില്ലാത്തവൻ, ബധിരന്മാരായ ആളുകൾ, അവര് എങ്ങനെ വിളിച്ചാലും എങ്ങനെ അവരോട് താക്കീത് നൽകിയാലും ആ വിളി കേൾക്കാൻ അവർക്ക് പറ്റൂല. ഒരു വലിയ അപകടം അപ്പുറത്തുണ്ട്. നമ്മൾ ഭയങ്കര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പക്ഷെ ഓന് പിന്നെ ബധിരനാണെങ്കിൽ ഈ വിളി കേൾക്കാൻ ഓനെ പറ്റൂല. നമ്മൾ ഓപ്പായി കുടുങ്ങോ ബേജാറായി പെടുമെന്ന് പേടിച്ചിട്ടാണ് ഓനെ ഭയങ്കര ഒച്ചയുണ്ടാക്കി വിളിക്കുന്നത്. പക്ഷെ ചെവി കേൾക്കാത്തത് എന്താണ്? നമ്മൾ എത്ര വിളിച്ചാലും ഓനാ പോക്ക് അങ്ങനെ പോകും. അതാണ് ഇവരിപ്പോ ചെയ്യുന്നത്. ഈ ശിർക്കിനെ പറ്റിയും റബ്ബിന്റെ അദാബിനെ കുറിച്ചുമൊക്കെ ഇത്രയായി വഹയി പ്രകാരം നിബിധങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവർക്കത് യാതൊരു കൂസലുമില്ലാതെ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം വലാ യസ്മഉ സുമ്മു ദുആഅ ഇദാ മാ യുൻദറൂൻ, ബധിരന്മാരായ ആളുകൾ താക്കീത് നൽകപ്പെടുമ്പോൾ അവരാ വിളി കേൾക്കുകയില്ലല്ലോ. ദുആന് ഇവിടെ വിളി അർത്ഥം ദഅ യദ്ഉ വിളിച്ചു എന്നാണ് നേരെ ഭാഷാർത്ഥം. ദഅ യദ്ഉ വിളിച്ചു എന്നാണ് അർത്ഥം. പിന്നെ പ്രാർത്ഥനയിൽ ഒരു വിളി വരും, അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ദുആ എന്ന വാക്ക് വന്നത്. പ്രാർത്ഥിക്കുമ്പോൾ എന്തായാലും ഒരു വിളി ഉണ്ടാവും, മനസ്സെന്നെങ്കിലും ഒരു തേട്ടം വരും, ഒരു വിളി വരും. അതല്ല പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, എന്റെ കൗമെ രാവും പകലും ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു. ഫദ്ഉഹുന്ന ഇലൈക, അവയെ നിന്നിലേക്ക് വിളിക്കുക. ഇബ്രാഹിം നബി അല്ലാഹു തആല ആവശ്യപ്പെട്ടു, പക്ഷികളെ കഷ്ടമാക്കി ഓരോ ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് നീ അവയെ നിന്നിലേക്ക് വിളിക്കുക. അവിടെ ഈ വാക്കാണ് ഉപയോഗിച്ചത്. ദഅ എന്നുള്ള വാക്ക് വ്യത്യസ്ത സ്ഥലത്ത് വിളിച്ചു ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി തിരിച്ചും പ്രാർത്ഥനയ്ക്ക് നിദാ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, അവിടെ നാദാ നാദാനാല് വിളിച്ചു മാത്രം, പ്രാർത്ഥിച്ചു അർത്ഥമില്ലല്ലോ. നാദാ വിളിച്ചതേ ഉള്ളൂ, നാദാ യുനാദി, ആ വാക്ക് അവിടെ ഉപയോഗിച്ചത്. ഇത് നാദാ റബ്ബഹു, സക്കറിയ നബിയെ കുറിച്ച് പറയുമ്പോൾ ഇത് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം എന്നാണുള്ളത്. അവിടെ പ്രാർത്ഥിച്ചു എന്നാണ് അർത്ഥം.
ഭാഷാപരമായി വിളിച്ചു, അപേക്ഷിച്ചു, അർത്ഥിച്ചു, ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. പ്രാർത്ഥനയിൽ ഈ പറയപ്പെട്ടതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥനക്ക് അതുകൊണ്ടാണ് വിളിച്ചു പ്രാർത്ഥിച്ചു എപ്പോഴും പരിഭാഷ കൊടുക്കുക. പരിഭാഷയിൽ അധികം കാണാം വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ്. കാരണം വിളിക്കാതെ പ്രാർത്ഥന ഉണ്ടാവില്ല. ആ വിളി നാവുകൊണ്ടാവാം, കൽബ് കൊണ്ടാകാം. ഒരു വിളി ഇല്ലാതെ പൊതുവെ പ്രാർത്ഥന ഉണ്ടാവുകയില്ല. അത് പരിഗണിച്ചുകൊണ്ടാണ് മലയാളത്തിൽ പരിഭാഷക്കാരൊക്കെ പൊതുവെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് അർത്ഥം പറയാറുള്ളത്. ഇതാണ് നമ്മളെ കാന്തപുരൊക്കെ പണ്ടേ ചോദിക്കുന്നത്, അതാണ് വിളിച്ചു നടത്തുള്ളൂ, അപ്പൊ കല്യാണത്തിന് വിളിക്കലില്ലേ, അതിനിപ്പോ പ്രാർത്ഥിച്ചു എന്ന് പറയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിളിക്കണമെന്നും പ്രാർത്ഥനയല്ല എന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കുന്ന ദുർന്യായമാണ് അത്. അല്ലാഹു അക്ബർ. മൊത്തം അർത്ഥം ബൽ മത്തഅനാ ഹഉലാഇ വആബാഅഹും ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ. എന്നാൽ ഇവർക്കും ഇവരുടെ പിതാക്കന്മാർക്കും നാം സുഖാനുഭവങ്ങൾ നൽകി, അങ്ങനെ അവർക്ക് ആയുസ് നീണ്ടുപോയി. അഫലാ യറൗന അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ. ഭൂമിയെ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് നാം ചുരുക്കിക്കൊണ്ടിരിക്കുന്നുവെന്നത് അവർ കാണുന്നില്ലേ? അഫഹുമുൽ ഗാലിബൂൻ. എന്നിരിക്കെ ഇനി അവർ അതിനെ മറികടക്കുമെന്നാണോ, വിജയിക്കുമെന്നാണോ? ഖുൽ ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹ്യി. നബിയെ താങ്കൾ പറയുക, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത് വഹ്യ് പ്രകാരം മാത്രമാകുന്നു. വലാ യസ്മഉ സുമ്മു ദുആഅ ഇദാ മാ യുൻദറൂൻ. എന്നാൽ ബദരീന്മാരായ ആളുകൾ താക്കീത് നൽകപ്പെട്ടാലും അവർ ആ വിളി കേൾക്കുകയില്ല. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ മത്തഅനാ ഹഉലാഇ വആബാഅഹും ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ. أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفهم الغالبون قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون. سبحانك الله.